ദുഃഖവെള്ളിക്കും ഈസ്റ്റർ ഞായറിനും ഇടയിലുള്ള വലിയ ശനിയാഴ്ച നിശബ്ദതയുടെയും കാത്തിരിപ്പിൻ്റെയും ദിനമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ ആഴമേറിയ അർത്ഥമുള്ള ഈ ദിനത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകളാണ് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ദിനമാണിത്. ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന, ദൈവം പോലും വിശ്രമിക്കുന്നതായി അനുഭവപ്പെടുന്ന ഒരു സന്ധ്യാസമയം കൂടിയാണിത്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന്. എന്നാൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന സത്യം ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. കല്ലറയ്ക്കുള്ളിലെ ആ നിശബ്ദത വലിയൊരു വിജയത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം നിരാശയുടെ ദിനമായിരുന്നു. എന്നാൽ ഇരുട്ടിനു ശേഷമുള്ള വെളിച്ചത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയാണ് വലിയ ശനിയാഴ്ച നമുക്ക് നൽകുന്ന പാഠം. യേശു മരിച്ചവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദിമ മാതാപിതാക്കൾ മുതൽ നീതിമാന്മാരായ എല്ലാവരെയും മോചിപ്പിച്ചു എന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മരണത്തിന്മേലുള്ള വിജയത്തിൻ്റെ വിളംബരം കൂടിയാണ്. കാരുണ്യവാനായ ദൈവമേ, അനിശ്ചിതത്വങ്ങളുടെയും നിശബ്ദതയുടെയും നിമിഷങ്ങളിൽ തളരാതെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിലെ ഇരുളടഞ്ഞ കല്ലറ അനുഭവങ്ങളിൽ അങ്ങ് കൂടെയുണ്ടെന്നും പ്രത്യാശയുടെ ഒരു പുലരി അടുത്തുണ്ടെന്നും വിശ്വസിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഉയർപ്പിനായി ഞങ്ങളെ ഒരുക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, നിശബ്ദതയുടെയും കാത്തിരിപ്പിൻ്റെയും ഈ പുണ്യദിനത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ കല്ലറയിൽ വിശ്രമിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ലൗകികമായ തിരക്കുകളിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങയിൽ വിശ്രമിക്കാൻ സഹായിക്കണമേ. കർത്താവെ, ജീവിതത്തിൽ ഇരുട്ടും നിരാശയും കല്ലറകൾ പോലെ ഞങ്ങളെ മൂടുമ്പോൾ പ്രത്യാശയുടെ പ്രകാശം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളുടെയും ദുഃഖഭരിതമായ കാത്തിരിപ്പുകളുടെയും നിമിഷങ്ങളിൽ അങ്ങ് നിശബ്ദനായി ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് തടവുകാരെ മോചിപ്പിച്ചതുപോലെ പാപത്തിൻ്റെയും ഭയത്തിൻ്റെയും തടവറകളിൽ കഴിയുന്ന ഞങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ കല്ലറയിൽ ഉപേക്ഷിക്കാനും നാളെ ഉദിക്കുന്ന ഉയർപ്പിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാനും ഞങ്ങളെ ഒരുക്കണമേ. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ആ മഹത്തായ ഉയർപ്പിൻ്റെ പുലരിക്കായി ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.